ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത മലയാളത്തിലെ ഹൈപ്പുള്ള സിനിമയാണല്ലോ മഞ്ഞുമ്മൽ ബോയ്സ്. ജാനേമൻ എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഒരു യൂത്ത് ഓറിയന്റഡ് സിനിമ കൂടെ സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന മഞ്ഞുമ്മൽ ബോയ്സ് മറ്റന്നാൾ ഫെബ്രുവരി 22-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ്. ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഓൺലൈൻ ബുക്കിംഗ് നാളെ ഫെബ്രുവരി 21-ാം തീയതി രാവിലെ 10 മണിക്ക് ആരംഭിക്കും. അടുത്തൊരു വൻ തരംഗമാണ് നിലവിൽ മഞ്ഞുമ്മൽ ബോയ്സ് ടീമിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ട്രെൻഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കേട്ടും സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ടും തുടർന്നുള്ള ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. അരവിന്ദന്റെ അതിഥികൾ എന്ന വൻ വിജയ സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസനും നിഖില വിമലും പ്രധാന റോളുകളിലെത്തുന്ന എം മോഹനൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒരു ജാതി ജാതകം. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ പുറത്തു വരുന്നതാണ്. നാളെ ഫെബ്രുവരി 21-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വരും. ഈ വർഷം പകുതിയോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഈ ആഴ്ച തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച് പിന്നീട് മാറ്റിവെക്കപ്പെട്ട സിനിമയാണല്ലോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നാദൃഷ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പുതിയ റിലീസ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ച മാർച്ച് 1-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. നേരത്തെ വിഷു റിലീസായിട്ട് പ്രഖ്യാപിച്ച് പിന്നീട് പ്രീപോണ്ട് ചെയ്തു ഇന്നലെ അപ്ഡേറ്റുകൾ വന്ന സിനിമയാണല്ലോ ആടുജീവിതം. പൃഥ്വിരാജിന്റെ ബ്ലസി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ മാർച്ച് 28-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ കൺഫർമേഷൻ. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമ ഒരുപാട് പ്രേക്ഷകർ നോവൽ സിനിമാ പ്രേമികളെല്ലാം തന്നെ കാത്തിരിക്കുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും 40 ദിവസങ്ങളിൽ താഴെ മാത്രം ബാക്കി. മാർച്ച് മാസം മുഴുവൻ സിനിമയ്ക്ക് വമ്പൻ പ്രൊമോഷൻ ആയിരിക്കും നടക്കുക. ഒരു വമ്പൻ ഓഡിയോ ലോഞ്ച് എല്ലാം തന്നെ നിലവിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഗോട്ടിന് ശേഷം വിജയ് നായകനെ എത്തുന്ന സിനിമയാണല്ലോ തളപതി 69. ഈ വർഷം പകുതിക്ക് ശേഷം ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്ന സിനിമയുടെ സംവിധായകൻ ആര് എന്ന് ഇനിയും 100% ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഇതിനോടൊപ്പം തന്നെ പല സംവിധായകരുടെ പേരുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് സുബ്രാജ്, വെട്രിമാരൻ തുടങ്ങിയ സംവിധായകരോടൊപ്പം തന്നെ തെലുഗു സംവിധായകൻ കൂടിയായ ത്രിവിക്രമിന്റെ പേരും ഇതിനോടകം തന്നെ വരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിനിമ കൂടിയായ തളപതി 69 ഒരു തമിഴ് സംവിധായകൻ സംവിധാനം ചെയ്താൽ മതിയെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. വെട്രിമാരനായിരിക്കും തളപതി 69 എന്ന സിനിമയുടെ സംവിധായകൻ എന്നൊക്കെ ചില മീഡിയകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. എന്തായാലും ഏപ്രിൽ മാസത്തോടെ സിനിമയുടെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ആശീർവാദ സിനിമാസ് നിർമ്മിച്ച ഇക്ബാൽ കുറ്റിപ്പുറം തിരക്കഥ രചിക്കുന്ന സിനിമയാണല്ലോ ഇനിയും പേരിട്ടിട്ടില്ലാത്ത ലാലേട്ടൻ സിനിമ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ലാലേട്ടന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ എമ്പുരാൻ എന്ന സിനിമയുടെ ചെന്നൈ ഷെഡ്യൂളിന് ശേഷമായിരിക്കും ലാലേട്ടൻ സത്യനന്ദിക്കാട് സിനിമയിലേക്ക് ജോയിൻ ചെയ്യുക. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടും ഒഫീഷ്യൽ പ്രഖ്യാപന അപ്ഡേറ്റുകൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.